अस्सलाम वालेकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إن الله مع الذين اتقوا والذين هم محسنون. इस आयत का तर्जुमा है, ഈ ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: തഖ്വ സ്വീകരിക്കുന്നവരുടെയും ഇഹ്സാൻ നന്മ ചെയ്യുന്നവരുടെയും കൂടെയാണ് അല്ലാഹു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, വിശുദ്ധ ഖുർആനിൽ മറ്റെല്ലാ കൽപ്പനകളെക്കാളും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് തഖ്വ സ്വായത്തമാക്കാനാണ്. തഖ്വയാണ് അടിസ്ഥാനപരമായ കാര്യം. അത് അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നു. ഞാൻ ഓതിയ ആയത്തിൽ അതാണ് അള്ളാഹു പറയുന്നത്. അതിന്റെ തർജ്ജമ എല്ലാവരും കേട്ടുകഴിഞ്ഞതാണ്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ, നിശ്ചയമായും തഖ്വ സ്വായത്തമാക്കിയവരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാകുക. ഒന്നാമതായി പറഞ്ഞത് ഇതാണ്: തഖ്വയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മാർഗം സ്വീകരിച്ചവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. ലോകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. ഒന്ന്, തഖ്വയിൽ ചലിക്കുന്നവർ. അവർ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ നന്മയും സൽപ്രവർത്തികളും ചെയ്യാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനാണ് അവർ ഇത് ചെയ്യുന്നത്. ഇത് മുഖേന അള്ളാഹുവിന്റെ സാമീപ്യം അവർ നേടിയെടുക്കും. മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവർ നല്ല കാര്യങ്ങൾ ചിലതെല്ലാം ചെയ്യും. എന്നാൽ അത് ചെയ്യുമ്പോൾ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കില്ല അവർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ അവർ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹു എന്നെ വഴികാട്ടുന്നുണ്ട് എന്ന ചിന്തയും ഉണ്ടാവുകയില്ല. അവൻ നമ്മെ കാണുന്നുണ്ടെന്ന ചിന്ത ഉണ്ടാവില്ല. രണ്ടാം വിഭാഗം ആളുകളിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും ഉൾപ്പെടുന്നു. അവർ ചുരുങ്ങിയ പക്ഷം
ആകാശഭൂമികളെ സൃഷ്ടിച്ച ഏകനായ ഒരു ദൈവമുണ്ടെന്ന് അംഗീകരിക്കുന്നവരാണ്. कोई काम करते हुए, कोई अमल करते हुए എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കണം എന്ന ഉദ്ദേശമൊന്നും അവർക്കുണ്ടാവുകയില്ല. कर रहे हों तो ये मकसद नहीं होता कि खुदा ഏതെങ്കിലും സൽപ്രവർത്തി ചെയ്യുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തണം എന്നൊന്നും അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ രണ്ടാം വിഭാഗത്തിലെ മറ്റൊരു കൂട്ടർ ദൈവത്തെ തീരെ അംഗീകരിക്കാത്തവരാണ്. അള്ളാഹുവിന്റെ अल्लाह ताला के वजूद അസ്തിത്വത്തിൽ അവർക്ക് വിശ്വാസമില്ല. इन दोनों किस्म അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരാണവർ. ताला फरमाता है ഈ രണ്ട് തരം ആളുകളെ കുറിച്ചും അള്ളാഹു പറയുന്നത് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവില്ല എന്നാണ്. ആദ്യ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ കൂടെയാണ് ഞാൻ ഉണ്ടാവുക. चलने वाले हैं, അവർ തഖ്വയിൽ ചരിക്കുന്നവരായിരിക്കും. लेकिन अल्लाह ताला की എന്നാൽ सिफत रबूबियत അള്ളാഹുവിന്റെ റുബൂബിയത്ത് പരിപാലനം എന്ന ഗുണം चलने वालों को भी തഖ്വയിൽ बाज चीजों से, ചരിക്കാത്തവർക്കും बाज नेमतों से ചില അനുഗ്രഹങ്ങൾ ही नवाज रही होती है। തഖ്വയിൽ ചരിക്കുന്നവർക്ക് നൽകുന്നത് പോലെ തന്നെ നൽകുന്നു. ये सिर्फ दुनियावी चीजों में हिस्सा है। ഇത് ഭൗതികമായ കാര്യങ്ങളിലായിരിക്കും. सूरज की रोशनी है, हवा है, ഉദാഹരണമായി സൂര്യപ്രകാശം, വായു, इन चीजों से एक मोमिन मुत्तकी भी ഇവയിൽ നിന്നെല്ലാം उतना ही फैज़ ഒരു होता है जितना एक दहरी നിരീശ്വരവാദി പ്രയോജനമടയുന്നത് പോലെ തന്നെയാണ് ഒരു മുത്തക്കിയും പ്രയോജനമടയുന്നത്. ഇതേപോലെ സയൻസിലുള്ള പുരോഗതി, तालीम है, तजुर्बात ഭൗതിക വിജ്ഞാനം കൊണ്ടുള്ള നേട്ടം, പരീക്ഷണങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇവയ്ക്കു വേണ്ടി उनसे हासिल शुदा ബുദ്ധി പ്രയോഗിച്ചതിന് ശേഷം അതിൽ നിന്നും ലഭിക്കുന്ന പ്രയോജനം എടുക്കുന്നത് ഒരു നിരീശ്വര വിശ്വാസിയും ഈശ്വര വിശ്വാസിയും തുല്യമായാണ്. കൃഷി ചെയ്യാൻ കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്നു. इससे एक കർഷകന്റെ ആ കഠിനാധ്വാനത്തിൽ നിന്നും ഒരു നിരീശ്വര വിശ്വാസിയും മുത്തക്കിയും തുല്യമായി ഫലമെടുക്കുന്നു. जो तकवा पर ना चलने वाले हैं, തഖ്വയിൽ ചരിക്കാത്തവരിലും तो ना मानने वाले हैं, ദൈവത്തെ അംഗീകരിക്കാത്തവരിലും अल्लाह ताला की सिफत അള്ളാഹു തന്റെ റുബൂബിയത്ത്, റഹ്മാനിയത്ത് എന്നീ ഗുണങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്നില്ലെങ്കിൽ അവർക്ക് ഒരു നിമിഷം പോലും നിലനിൽക്കാൻ കഴിയുകയില്ല. किया, उनके लिए दो रास्ते रखे। ചുരുക്കത്തിൽ മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ച് അവർക്കായി അള്ളാഹു നന്മയുടെയും തിന്മയുടെയും രണ്ട് മാർഗങ്ങൾ നിശ്ചയിച്ചു. ചില സന്ദർഭങ്ങളിൽ ചില അനുഗ്രഹങ്ങൾ ഈ രണ്ട് മാർഗം സ്വീകരിക്കുന്നവർക്കും തുല്യമായി അവൻ നൽകുന്നു. बहरहाल यहाँ ये बात ചുരുക്കത്തിൽ कि अल्लाह ताला അള്ളാഹു തആല अपनी തന്റെ जो कानून कुदरत है हर एक के लिए एक रखता है। പ്രകൃതി നിയമം എല്ലാവർക്കും തുല്യമായിട്ടാണ് നിർണയിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം അനുബന്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. कुदरत का जलवा दिखा അള്ളാഹു തആല തന്റെ ശക്തിപ്രഭാവം പ്രകടമാക്കുന്നതിനായി ഒരേ അവസ്ഥയിൽ തന്നെ मुत्तकी की ചില സന്ദർഭങ്ങളിൽ ज्यादा फल लगाता है। തന്റെ മുത്തക്കിയായ ദാസൻ അവന്റെ പരിശ്രമത്തിന് കൂടുതലായി അനുഗ്രഹങ്ങൾ നൽകുന്നു. नजर आने वाली फसल है। ഉദാഹരണമായി കൃഷിയെ എടുക്കാം. ഒരേ രീതിയിൽ കൃഷി നടത്തുന്നു. ദുആ മുഖേന അതിന്റെ വിളവ് വർദ്ധിക്കുന്നു. हज़रत मुस्लिम मऊद रज़ियल्लाहु अन्हु ने जब सिंध में ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു സിന്ധിൽ കൃഷിയിടങ്ങൾ നേടിയെടുത്തതിന് ശേഷം തുടക്കത്തിൽ के लिए बुजुर्गों को भी भेजा, उनमें एक അതിന്റെ മേൽനോട്ടത്തിനായി ചിലരെ അയച്ചിരുന്നു. അതിൽ ഒരാൾ മൗലവി ഖുദ്റത്തുള്ള സാഹിബ് സന്നൂരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. कि एक दफा ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു फसल देख रहे थे कि അവിടെ സന്ദർശനത്തിനായി പോയി പരുത്തി കൃഷി വീക്ഷിക്കുകയായിരുന്നു. മൗലവി സാഹിബ് സഹാബിയും കൂടിയായിരുന്നു. ചോദിച്ചു, മൗലവി സാഹിബ് ഈ വർഷം എത്ര കണ്ട് വിളവ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം ഏകദേശം കണക്ക് കൂട്ടി പറഞ്ഞു. ये गलत था।
ഖലീഫത്തുൽ മസീഹ് രണ്ടാമന്റെ കൂടെ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബും മറ്റും ഉണ്ടായിരുന്നു. മൗലവി സാഹിബിന്റെ കണക്ക് കൂട്ടൽ തെറ്റാണെന്നാണ് അവർക്ക് മനസ്സിലായത്. ഇത് സംബന്ധമായി അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, മൗലവി സാഹിബിന്റെ കണക്ക് കുറെ കൂടുതലാണ്. ഇത് കേട്ടപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞു, മിയാ സാഹിബ്, ഏകദേശം ഞാൻ പറഞ്ഞ അത്ര തന്നെ ലഭിക്കുന്നതാണ്. കാരണം ഈ കൃഷിയിടത്തിന്റെ 4 കോണിലും ഞാൻ നഫൽ അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നഫലുകൾ ഈ വിളവിനെ വർദ്ധിപ്പിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നീട് വിളവെടുത്തപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞ് അത്ര തന്നെ വിളവ് ലഭിക്കുകയുണ്ടായി. അല്ലാഹു തആല ഒരേ കാലാവസ്ഥയിൽ ഒരേപോലെയുള്ള കൃഷിയിൽ അതിന്റെ വിത്തും വളവും എല്ലാം ഒന്ന് തന്നെയായിരുന്നിട്ടും ദുആ മുഖേന അള്ളാഹു തന്റെ അസ്തിത്വത്തെ തെളിയിക്കുന്നു, ആ വിളവിൽ വർദ്ധനവ് നൽകുന്നു. ഭൗതികമായ കാര്യമായാൽ പോലും ഒരു മുത്തഖിയായ വ്യക്തിക്ക് അള്ളാഹുവിന്റെ സാമീപ്യത്തിനുള്ള തെളിവ് ലഭ്യമാകുന്നു. എന്നാൽ ഈ ഭൗതിക വസ്തുക്കളല്ലാതെ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും അവനിൽ ദൃഢവിശ്വാസം കൈക്കൊള്ളുന്നവർക്കും ഒരു ആത്മീയ ജീവിതം കൂടി ലഭിക്കുന്നു. അതിലെ ആനന്ദാനുഭൂതികൾ ഭൗതികർക്ക് കാണാൻ സാധ്യമല്ല, കാണുകയുമില്ല. തഖ്വയിൽ ചരിക്കുന്നവരുടെ ചിന്ത വളരെ ഉന്നതമായിരിക്കും. അവർ ഈ ലോകം വിട്ട് ചിന്തിക്കുന്നു, അവർ ഗൈബിൽ വിശ്വസിക്കുന്നു, അവർ ആഖിറത്തിൽ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരിക്കും. ദുആക്കായി കൈ ഉയർത്തുമ്പോൾ സ്വീകാര്യതയുടെ അടയാളം അവർ ദർശിക്കുന്നു. ഇക്കാലത്ത് അള്ളാഹുമായി സംശുദ്ധമായ ബന്ധം സ്ഥാപിക്കുന്ന ചൊവ്വായ മാർഗം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആണ് നമുക്ക് കാണിച്ചു തന്നത്. പല അഹമ്മദികളും അള്ളാഹുമായുള്ള ബന്ധം നിലനിൽക്കുന്നു എന്നതിന് അനുഭവസ്ഥരായിട്ടുണ്ട്. അള്ളാഹുമായുള്ള സ്വച്ഛമായ ബന്ധം കാരണം സ്വപ്നം, കശ്ഫ് എന്നിവ മുഖേന ഇങ്ങനെ നടക്കും എന്ന് അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് അങ്ങനെ തന്നെ ആയിത്തീരുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ മറ്റൊരു വശം എന്നത് മരണശേഷം ലഭിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ അവരിൽ പൂർത്തിയാവുകയും ചെയ്യുന്നതാണ്. അള്ളാഹു പറയുന്നു, തഖ്വയിൽ നിലനിൽക്കുകയാണെങ്കിൽ ഈ ലോകത്തെ അനുഗ്രഹങ്ങൾക്കും അവകാശികളായി അവർ മാറുന്നതാണ്. അതോടൊപ്പം പാരത്രിക ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെയും അവകാശികളായി അവർ മാറുന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി വല്ലവരും പ്രവർത്തിക്കുമ്പോൾ ഇരുലോകത്തെയും ഹസനാത്തുകൾ, നന്മകൾ അവർക്ക് ലഭിക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രീതിക്കായി സൽപ്രവർത്തികൾ ചെയ്യുന്നത് മുത്തഖീങ്ങളാണ്. സൽപ്രവർത്തികൾ ചെയ്യുന്നവർ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ചെയ്യുന്നു. അവരാണ് തഖ്വയിൽ ചരിക്കുന്നവർ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി മറ്റുള്ളവരുമുണ്ട്. എന്നാൽ അവർ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നില്ല, ദൈവപ്രീതി കരസ്ഥമാക്കാനായി ചെയ്യുന്നില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുത്തഖിയുടെ ഗുണം വിവരിച്ചുകൊണ്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ചെറിയതും വലുതുമായ പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടത് നിർബന്ധമാണ്. പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക മാത്രമല്ല, നന്മയിലും ഉന്നത സ്വഭാവ ഗുണങ്ങളിലും മുന്നേറേണ്ടത് നിർബന്ധമാണ്. കൂടാതെ അള്ളാഹുവിനോട് ശരിയായ കൂറ് പുലർത്തേണ്ടതും അനിവാര്യമാണ്. ഇതെല്ലാം ഉണ്ടായാൽ മാത്രമേ ഒരാൾ യഥാർത്ഥ മുത്തഖിയായി തീരുകയുള്ളൂ. അള്ളാഹുവിനോടുള്ള സ്വച്ഛമായ കൂറ് എന്നാൽ എന്താണ്? അവനെ ആരാധിക്കേണ്ട മുറപ്രകാരം ആരാധിക്കുക, കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിന്
തന്റെ സർവശക്തിയും പ്രയോഗിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ഒരവസ്ഥ കൈവരിക്കുകയാണെങ്കിൽ തഖ്വയിൽ നിന്നും മുന്നേറുന്ന അവസ്ഥ. തുടർന്ന് ഈ ആയത്തിൽ പറയുന്നു വല്ലസീന ഹും മുഹ്സിനൂൻ. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ഒരുവിധ പ്രയത്നവും ഇല്ലാതെ തന്നെ അവർക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കുക. ഇങ്ങനെ നൽകുന്നവർക്കാണ് മുഹ്സിൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സുഹൃതം ചെയ്യുന്നവർ എന്നർത്ഥവുമുണ്ട്. മറ്റൊരർത്ഥം മനുഷ്യൻ സ്വന്തം പ്രയത്നത്തിൽ പൂർണ്ണത കൈവരിക്കുക. തന്റെ ജോലിയെക്കുറിച്ചുള്ള ശരിയായ അറിവ് കരസ്ഥമാക്കുക. അവന്റെ ഓരോ പ്രവൃത്തിയും സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ഉത്തമമാക്കുക. ചുരുക്കത്തിൽ മുഹ്സിൻ രണ്ട് തരത്തിലുണ്ട്. മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി കാരണം അവരുടെ മതവും ജാതിയും നോക്കാതെ അവർക്ക് വേണ്ടി സേവനത്തിൽ മുഴുകുക. ഏത് സമുദായത്തിൽപ്പെട്ടവരായാലും അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ പരിശ്രമിക്കുക. മാനവ സമൂഹത്തിന് സേവനം ചെയ്യാൻ അവർ തയ്യാറാകുന്നു. അവസരം വരുമ്പോൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിൽ മുഴുകി കഴിയുന്നത്ര അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ വികാരത്തോടുകൂടി മാനവരാശിയെ സേവിക്കേണ്ടത് ഓരോ അഹമ്മദിക്കും നിർബന്ധമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പല അഹമ്മദികളും ഈ വികാരത്തോടുകൂടി സേവനം ചെയ്യുന്നവരുണ്ട്. അവർ മുഅ്മിനീങ്ങളാണ്. അവർ മുഹ്സിനീങ്ങളായിരിക്കും. എന്നാൽ തങ്ങൾ ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരല്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് അതിന്റെ പേരിൽ അവരെ പ്രയാസപ്പെടുത്തുന്നവരല്ല മുഹ്സിൻ. ജനങ്ങളെ ഇതിന്റെ പേരിൽ പ്രയാസപ്പെടുത്തുക എന്നത് തഖ്വയല്ല, ഉന്നത ധാർമ്മിക ഗുണമല്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് തഖ്വ. നമ്മുടെ എഞ്ചിനീയർമാരും അതേപോലെ ഡോക്ടർമാരും മറ്റു വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായ വളണ്ടിയർമാരെ എടുക്കുക. അവർ യുവാക്കളാണ്. ആഫ്രിക്കയിൽ നമ്മുടെ പല പ്രോജക്റ്റുകളിലും പ്രവർത്തിക്കാനായി അവർ പോകുന്നു. അവിടെയുള്ള ആളുകൾക്ക് കുടിവെള്ളത്തിനുള്ള ഹാൻഡ് പമ്പുകൾ അവർ സ്ഥാപിക്കുന്നു. വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിനായി പരിശ്രമിക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന് സ്കൂളുകൾ സ്ഥാപിക്കുന്നു. ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിക്കുന്നു. ആരോഗ്യ പരിപാലനത്തിലുള്ള വഴികൾ ഇത് മുഖേന എളുപ്പമായി തീരുന്നു. നമ്മുടെ ഡോക്ടർമാരും ടീച്ചർമാരും വർഷങ്ങളോളം അവിടെ താമസിച്ച് സേവനം ചെയ്യുന്നു. വളരെ പ്രയാസമുള്ള ചുറ്റുപാടിലാണ് അവർ താമസിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വെള്ളമോ കരണ്ടോ ഒന്നും തന്നെ ഇല്ല. സേവനം ചെയ്യുക എന്ന വികാരത്തോടെയാണ് അവർ അവിടെ താമസിക്കുന്നത്. മുഹ്സിനീൻ എന്ന ഗണത്തിൽ ഉൾപ്പെടാനായാണ് അവർ അവിടെ പോകുന്നത്. ഈ സേവനം ഏതെങ്കിലും ഭൗതിക അത്യാർത്ഥിയാലല്ല ചെയ്യുന്നത്. പൂർണ്ണമായും അള്ളാഹുവിന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാനവരാശിയെ സേവിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളും വിപത്തുകളും വരുന്നു. ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും വരുമ്പോൾ നമ്മുടെ വളണ്ടിയർമാർ ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ കീഴിൽ അവിടങ്ങളിലും സേവനം ചെയ്യുന്നു. ഇതൊന്നും എന്തെങ്കിലും അത്യാഗ്രഹം കൊണ്ടല്ല പോകുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ. മറ്റു പലരും സേവനം ചെയ്യുന്നുണ്ട്. അവർ
ദൈവപ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സേവനം ചെയ്യുന്നവരും തങ്ങളുടെ അറിവും പ്രവൃത്തിയും മുഖേന മറ്റുള്ളവർക്ക് പ്രയോജനം എത്തിക്കുന്നവരുമാണ് മുത്തഖീങ്ങൾ. അവർ ദൈവപ്രീതിക്കായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവരാണ് മുഹ്സിനീങ്ങൾ. മുത്തഖീങ്ങളും മുഹ്സിനീങ്ങളും അവരാണ്. ബുർക്കിനോ ഫാസുവിൽ അഹമ്മദിയ എഞ്ചിനീയർമാർ ഒരു മോഡൽ വില്ലേജ് സ്ഥാപിച്ചു. അവിടെ വെള്ളം, വൈദ്യുതി എന്നീ സൗകര്യങ്ങളുണ്ട്. ഫുട്പാത്ത്, സ്ട്രീറ്റ് ലൈറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ. അവരുടേതായിരിക്കുന്ന ഫംഗ്ഷൻ നടത്തുന്നു. ചെറിയ പച്ചക്കറികളും മറ്റും നിർമ്മിക്കുന്ന ഗ്രീൻ ഹൗസ് ഉണ്ട്. ഇറിഗേഷന് വേണ്ടി വെള്ളത്തിന്റെ സൗകര്യം എന്നിവ അവിടെയുണ്ട്. ഇതേപോലെ വിവിധ ഗ്രാമങ്ങളിൽ ഹാൻഡ് പമ്പ് സ്ഥാപിക്കുന്നു. അവർ ഈ പ്രവർത്തനം ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തുകാരുടെ സന്തോഷം കാണേണ്ടത് തന്നെയാണ്. അവർ ഫോട്ടോ കൊണ്ടുവരുമ്പോൾ ഇവർ ചെയ്തത് എന്തുമാത്രം വലിയ പ്രവർത്തനമാണെന്ന് മനസ്സിലാകുന്നു. നാം കരുതിയത് നിസ്സാരമായ പ്രവൃത്തിയാണെന്നാണ്. എന്നാൽ അവർക്ക് ഇത് വലിയ കാര്യമാണ്. അവരുടെ മുഖങ്ങളിൽ നിന്നും അവരുടെ സന്തോഷം പ്രകടമാണ്. 8-10 വയസ്സുള്ള കുട്ടികൾ 5-6 മൈൽ ദൂരം താണ്ടി വെള്ളത്തിന്റെ പാത്രം തലയിൽ വെച്ചുകൊണ്ട് നടന്നു വരുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് അടുത്ത് തന്നെ വെള്ളം ലഭിക്കുക എന്നത് ഒരു വലിയ വരദാനം തന്നെയാണ്. ഈ പ്രവർത്തനം ഒന്നും തന്നെ ഭൗതികമായ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അതേപോലെ ഇതിന്റെ പേരും പറഞ്ഞ് അവരോട് പ്രത്യുപകാരം ആവശ്യപ്പെടുന്നുമില്ല. നമ്മുടെ യുവ എഞ്ചിനീയർമാരും ഡോക്ടർമാരുമെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ സേവനത്തിന് അവസരം തന്നതിന് അവർ നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭാവിയിലും ഇങ്ങനെയുള്ള പരിപാടികൾക്കായി പോകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ വർഷം 5 മോഡൽ വില്ലേജുകൾ വിവിധ നാടുകളിൽ നിർമ്മിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അമേരിക്ക, UK പോലെയുള്ള നാട്ടിലെ കീഴ്ഘടകങ്ങൾ, അതായത് അൻസാറുള്ള, ഇതിനുള്ള പൂർണ്ണ ചെലവ് വഹിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്ന സംഘടനയും ഇതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ജർമ്മനിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സേവനത്തിനുള്ള വികാരം ഇവരെ മുസ്ലിങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ സേവനത്തിനായി ഫണ്ട് നൽകുന്നവരും ഇതിൽ ഉൾപ്പെടുന്നതാണ്. കാലഘട്ടത്തിന്റെ ഇമാമിനെ വിശ്വസിക്കുകയും തഖ്വയിൽ ചരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തവനാണ് ഒരു അഹമ്മദി. കഴിവതും തഖ്വയുടെ മാർഗത്തിൽ ചരിക്കാൻ അവൻ ശ്രമിക്കുന്നു. മുസ്ലിങ്ങൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരെ കുറിച്ച് അള്ളാഹു പറയുന്നത്, ഞാൻ അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അങ്ങനെയുള്ളവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകുന്നതാണ്. നമ്മുടെ കുട്ടികൾ ഈ സേവനങ്ങളെല്ലാം ചെയ്ത് തിരിച്ചു വന്ന് അള്ളാഹുവിന്റെ സഹായങ്ങൾ കണ്ട കാഴ്ച അവർ സ്വയം വിവരിക്കാറുണ്ട്. ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായെന്നും എന്നാൽ അള്ളാഹുവിന്റെ പ്രത്യേക സഹായം കാരണം അപ്രതീക്ഷിതമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുണ്ടായെന്നും അവർ വിവരിക്കുന്നു. ഇത് കാരണം ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് കൂടുതൽ ദൃഢവിശ്വാസം ഉണ്ടായിത്തീർന്നു എന്നും അവർ പറയുന്നു. മുസ്ലിം എന്നതിന്റെ മറ്റൊരർത്ഥം ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും തന്റെ അറിവും വിജ്ഞാനവും അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ പരിശ്രമിക്കുന്നവരും അതിൽ ഉൾപ്പെടുന്നു. ഈസാൻ എന്നുള്ളത് തന്നിൽ കൂടിയാണ്. സൽസ്വഭാവം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഒരർത്ഥം ഇതുമാണ്, ഇതിൽ മുന്നേറുക, വിജ്ഞാനത്തിൽ നിന്നും സ്വയം ഫലമെടുക്കുകയും
മറ്റുള്ളവർക്ക് അതിൽ നിന്ന് ഫലം എത്തിക്കുകയും ചെയ്യുക. जितना इल्म व मार्फत അറിവും पैदा होगा വിജ്ഞാനവും വർദ്ധിക്കുന്നതനുസരിച്ച് फायदा पहुंचाने की कोशिश മറ്റുള്ളവർക്ക് ഇതിന്റെ ഗുണം എത്തിക്കാൻ ശ്രമിക്കുന്നു. इससे मुहसिनीन में शामिल होने മുസ്ലിങ്ങളിൽ ഉൾപ്പെടുന്ന राज मिलती है। कदम फिर आगे बढ़ പുതിയ പടവുകൾ കയറാൻ ഇത് മുഖേന അവർക്ക് സാധിക്കുന്നു. പുതിയൊരു മാർഗം അവർക്കായി തുറക്കപ്പെടുന്നു. अखलाकी तरक्की के लिए ഇത് ഭൗതികവും ധാർമ്മികവുമായ ഉന്നതങ്ങളിലേക്ക് അവരെ നയിക്കുന്നു. ആത്മീയവും ധാർമ്മികവുമായ ഉന്നതി കൈവരിക്കുമ്പോൾ नए जाविये भी അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ പുതിയ വഴികൾ അവർ കാണാൻ തുടങ്ങുന്നു. अल्लाह ताला से कुर्ब का ताल्लुक बढ़ता അള്ളാഹുവിന്റെ സാമീപ്യം വർദ്ധിക്കുന്നു. है। उसकी सिफात का मजीद അവന്റെ സിഫത്തുകളെ കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കുന്നു. तकवा में भी तरक्की होती है। ഇത് മുഖേന തഖ്വയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. चक्कर है ചുരുക്കത്തിൽ സൽപ്രവർത്തിയുടെ ചുറ്റും വലയം ചെയ്തുകൊണ്ട് तकवा के आला തഖ്വയിൽ മുന്നേറി खुदा ताला അള്ളാഹുവിന്റെ സമീപത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ചക്രമാണിത്. मजीद नेकियों की तरफ तो जो पैदा होती है। അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുമ്പോൾ കൂടുതൽ നന്മ ചെയ്യാൻ തൗഫീക്ക് ലഭിക്കുന്നു. हुकूकुल्लाह और हुकूकुल इबाद അത് മുഖേന നന്മയിൽ മുന്നേറുന്നു. ഇത് കാരണം സൃഷ്ടികളോടുള്ള കടമയും സൃഷ്ടാവിനോടുള്ള കടമകളെ കുറിച്ചും കൂടുതൽ അറിവ് കരസ്ഥമാകുന്നു. ഈ വിവിധ പ്രവർത്തനങ്ങൾ മുഖേനയാണ് है मोहसिन बनना है जो अल्लाह അള്ളാഹു ഒരാളെ को बनाता है। മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തുക. जो एहसान जताने वाले मोहसिन नहीं होते, ഇവർ ഉപകാരം ചെയ്ത് कुर्बानी करके अपने ऊपर അത് എടുത്തു പറഞ്ഞ് इबादत करते हैं। മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരല്ല, മറിച്ച് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് फिर वो इस असूल पर തന്നെ കഷ്ടപ്പെടുത്തുന്നവരായിരിക്കും, തന്റെ അവകാശങ്ങൾ ഉപേക്ഷിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ അവകാശം നൽകുന്നതിൽ दूसरे के हकूक की അവർ കൂടുതൽ ഊന്നൽ നൽകുന്നതാണ്. തന്റെ അവകാശത്തെ പിൻപുറം തള്ളുന്നു. ഇസ്ലാമി അധ്യാപനങ്ങളെ दुनियादार बाज लोग എതിർക്കുന്നവരും इस्लाम पे ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് इनको ശരിക്കും അറിവില്ലാത്തവരുമായ ആളുകളുടെ മുമ്പാകെ बात ही पेश करता हूँ ഞാൻ സമർപ്പിക്കാറുള്ളത് ഇതാണ്. कि दुनिया वालों का तमाम जोर इस बात पर है ഇന്ന് ലോകം പറയുന്നത് തങ്ങളുടെ അവകാശങ്ങൾ നൽകൂ എന്നാണ്. कायम करके फिर इसके हासिल അവർ जो भी തങ്ങളുടെ അവകാശങ്ങൾ ഇത് തന്നെയാണെന്ന് നിർണയിച്ച് इसके नतीजा അത് നേടിയെടുക്കാൻ എന്തും ചെയ്യുന്നു. ना हकूक मांगने वाला ഇതിന്റെ ഫലമായി അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാടുന്നവരും देने वाला इंसान അവകാശം നൽകുന്നവരും നീതിയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നില്ല. शामिल है। ഇതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാം ഉൾപ്പെടുന്നു. फसाद पैदा हो ഇതിന്റെ ഫലമായി ഫസാദ് ഉണ്ടാകുന്നു. तो ये तालीम देता है എന്നാൽ ഇസ്ലാം പറയുന്നത് करना चाहिए। മറ്റുള്ളവരുടെ അവകാശം നൽകുക എന്നതാണ്. पूरी दुनिया में इसको ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ मुसलमान मुल्कों में कम से कम ഇസ്ലാം പറയുന്നു. മുസ്ലിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. कि दूसरे ഇത് കാരണം ചുരുങ്ങിയ പക്ഷം മുസ്ലിം നാടുകളിലെങ്കിലും इससे पहले കുഴപ്പങ്ങൾ തലപൊക്കുമായിരുന്നില്ല. മറ്റുള്ളവർ തങ്ങളുടെ അവകാശം ചോദിക്കുന്നതിന് മുമ്പേ അവരുടെ അവകാശം നൽകുകയാണ് ചെയ്യേണ്ടത്. इंसानियत അവരോട് കാരുണ്യം കാണിച്ചുകൊണ്ട് कायम करने മാനുഷിക മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് में शुमार हो जाओ। മുസ്ലിങ്ങളിൽ ഉൾപ്പെടുക എന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു. उनको उनकी जरूरियात का അവരുടെ ആവശ്യങ്ങൾ വേണ്ടും വിധം याद का बढ़कर ख्याल रखो। പരിഹരിക്കുക. हदीस में आया है मुस्लिम मुलाजमीन के बारे में, ഹദീസിൽ വന്നിരിക്കുന്നു, आदमों के बारे में कि जो खुद पहनो സേവകരെ സംബന്ധിച്ച് പറയുന്നു, നിങ്ങൾ ധരിക്കുന്നത് പോലെ അവരെയും ധരിപ്പിക്കുക, നിങ്ങൾ തിന്നുന്നത് പോലെ അവരെയും തീറ്റിക്കുക. तनाजुर में देखा जाए ഈ അധ്യാപനങ്ങളെ ഭൗതികമായി भूखे नहीं നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ലോകത്തുള്ള ഒരാളും പട്ടിണി കിടക്കേണ്ടി വരില്ല. അവരുടെ അവകാശങ്ങൾ ഒരിക്കലും ധ്വംസിക്കപ്പെടില്ല. അവർ നഗ്നരായിരിക്കില്ല. വിവിധ ആഫ്രിക്കൻ നാടുകളിലെ ഫോട്ടോകൾ ടിവിയിൽ കാണിക്കാറുണ്ട്. കുട്ടികൾ പട്ടിണിയിൽ കഴിച്ചുകൂട്ടുന്നു. പോഷകാഹാരക്കുറവ് മൂലം പലരും മരണത്തോട് മല്ലിടുന്നു. पालने रिश्ते അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കും. छोटे बच्चों को മാതാക്കൾ ഭക്ഷണമില്ലാതെ ഇരിക്കുന്നു. ഇത് കാരണം പിഞ്ചു പൈതങ്ങളെ कब्जा
മുലയൂട്ടാൻ അവർക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരുടെ വിഭവങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശമില്ലാതെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, മുസ്ലിം ആയിക്കൊണ്ട് മറ്റുള്ളവരുടെ കഴിവുകളെ വർദ്ധിപ്പിച്ചു നൽകുകയാണെങ്കിൽ, ദരിദ്രരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണെങ്കിൽ, ഇന്ന് ലോകത്തുള്ള വിവിധ പ്രശ്നങ്ങൾ സ്വയം ഇല്ലാതായിത്തീരുന്നതാണ്. മുസ്ലിം നാടുകളിലെ ഭരണകർത്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരായിരുന്നുവെങ്കിൽ, ലീഡർമാർ തങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കാതെ ജനങ്ങളെ ശ്രദ്ധിക്കുന്നവരായിരുന്നുവെങ്കിൽ, മുഹ്സിനീങ്ങളായി തീരാൻ ശ്രമിക്കുന്നവരായിരുന്നെങ്കിൽ, തഖ്വയിൽ ചരിക്കുന്നവരായി തീർന്നിരുന്നെങ്കിൽ, ഒരിക്കലും മുസ്ലിം നാടുകളിൽ അസ്വസ്ഥജനകമായ അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുസ്ലിം നാടുകളുടെ സ്ഥിതിയാണ് വളരെ പരിതാപകരമായിട്ടുള്ളത്. മറ്റുള്ളവരും ഇതിനെ ദുർവിനിയോഗം ചെയ്യുന്നു. അവകാശങ്ങൾ നൽകുന്ന ഒരവസ്ഥയിലേക്ക് ലോകം വന്നാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ ജനങ്ങളുടെ മുമ്പാകെ വിവരിക്കുമ്പോൾ അവർ എല്ലാവരും പറയും, കാര്യം ശരി തന്നെയാണ്, ഇത് ഇസ്ലാമിന്റെ അതിമനോഹരമായ അധ്യാപനമാണ്. എന്നാൽ അവർ തിരിച്ച് അവരുടെ നാട്ടിലെത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയവും സാമൂഹികമായ ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ അവരുടെ മുമ്പാകെ വരുന്നു. അങ്ങനെ അസ്വസ്ഥത വർദ്ധിക്കുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ അവകാശങ്ങൾ ധ്വംസിക്കാതെ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. മനുഷ്യൻ സ്വയം നിയന്ത്രിക്കുന്നവനായി മാറുന്നതാണ്. രാഷ്ട്രങ്ങൾ സ്വയം നിയന്ത്രിക്കേണ്ടതാണ്. എന്നാൽ മറ്റുള്ളവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിനായി തങ്ങളുടെ രാഷ്ട്രത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന്റെ മറവിൽ പ്രവർത്തിക്കുക എന്നതാണ് തെറ്റ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്റെ അവകാശം നേടിയെടുക്കുക എന്നതാണ് തെറ്റ്. ഇതെല്ലാം സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. ഇവ ഫസാദുകൾ ജനിപ്പിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ഓരോ അഹമ്മദിയും തഖ്വയിൽ മുന്നേറി മുസ്ലിങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. ഈ ഒരു മാർഗത്തിലൂടെ മാത്രമേ നാം സ്വയം നന്നാകുന്നവരും സമൂഹത്തെ ഫസാദിൽ നിന്നും നമ്മുടെ കഴിവനുസരിച്ച് രക്ഷിക്കുന്നവരുമായി തീരുകയുള്ളൂ. അള്ളാഹുവിന്റെ ഗുണങ്ങൾ സ്വായത്തമാക്കാൻ തങ്ങളുടെ പരിധിയിൽ നാം പരിശ്രമിക്കേണ്ടതാണ്. സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ സേവകരായി തീരുന്നതാണ്. ഈ ഭൗതിക വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തഖ്വയിൽ മുന്നേറാൻ സാധിക്കും. ദൈവപ്രീതിക്കായി നാം ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. ചുരുക്കത്തിൽ നാം ഏതു രീതി നോക്കുകയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം ദൈവപ്രീതിയായിരിക്കണം. അള്ളാഹു ഈ വിഷയം വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം വിവരിക്കുന്നു: ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റഹു ഇൻദ റബ്ബിഹി വലാ ഖാഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, ആരാണോ തന്നെ അള്ളാഹുവിനായി സമർപ്പിക്കുകയും സുഹൃതം ചെയ്യുകയും ചെയ്യുന്നത്, അവരുടെ പ്രതിഫലം അവന്റെ നാഥന്റെ പക്കലുണ്ട്. അവർക്കൊരുവിധ ഭയവുമില്ല, അവർ ദുഃഖിക്കുകയുമില്ല.
അള്ളാഹു പറയുന്നു, कि जब तुम्हारा महवर मेरी जात നിങ്ങളുടെ പ്രദക്ഷിണ കേന്ദ്രം എന്റെ അസ്തിത്വമായി തീരുമ്പോൾ, എനിക്ക് ചുറ്റും നിങ്ങൾ വലയം ചെയ്യുമ്പോൾ, എന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമായി തീരുമ്പോൾ, अपने आप को ഒരു വിശ്വാസി മുത്തക്കിയായ ഒരാൾ തന്നെ പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ, പിന്നീട് അവന്റെ സംരക്ഷകനായി അള്ളാഹു മാറുന്നു. गम खत्म हो जाते हैं, അവന്റെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കുന്നു, बेहसीत हो जाते അവന്റെ എല്ലാ ഭയവും നീങ്ങുന്നു. हैं। कुछ अल्लाह ताला के स्पुर्द അള്ളാഹുവിന്റെ സമക്ഷം उसके आगे പൂർണ്ണമായി തന്നെ സമർപ്പിച്ച് रखने वाला बन അവന്റെ മുമ്പിൽ കുമ്പിടുന്നവനായി തീർന്നാൽ, उन तमाम തന്റെ സർവവിധ കഴിവുകളും खिदमत മുഹ്സിൻ ആയിക്കൊണ്ട് इंसानियत മാനവ സേവനത്തിനായി സമർപ്പിക്കുകയാണെങ്കിൽ, तो उसको क्या गम और खौफ होगा। അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് ഭയവും ദുഃഖവും ഉണ്ടാകാനാണ്. जो बंदे को खुदा ताला ഇതെല്ലാം അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതാണ്. ഇത് യഥാർത്ഥ തഖ്വയെ തിരിച്ചറിയുന്ന ഒരു ഗുണമാണ്. ഒരു സ്ഥലത്ത് ഇത് സംബന്ധമായ നേതൃത്വ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുത്തക്കിയായി തീരാൻ बाद इसके कि मोटी मोटी बातें വ്യഭിചാരം, जैसे जना चोरी കളവ്, അവകാശധ്വംസനം, പ്രകടനാത്മകത, അഹങ്കാരം, മറ്റുള്ളവരെ നിന്ദ്യതയിലാക്കൽ से परहेज करके തുടങ്ങിയ ദുസ്വഭാവങ്ങളിൽ നിന്നും മോചിതരായി फाजला में तरक्की करे। സൽസ്വഭാവത്തിൽ മുന്നേറേണ്ടതാണ്. खुशखुल्की ജനങ്ങളോട് സ്നേഹം, സൽസ്വഭാവം, സഹാനുഭൂതി എന്നിവ പ്രകടിപ്പിക്കുക. അള്ളാഹുവിനോട് യഥാർത്ഥ ആത്മാർത്ഥതയും കൂറും പ്രകടമാക്കുക. അള്ളാഹു സ്തുതിച്ചവരുടെ സ്ഥാനം കരസ്ഥമാക്കുക. ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ മുത്തക്കി ആണെന്ന് പറയപ്പെടുക. यानी अगर ഈ കാര്യങ്ങൾ സമ്മേളിച്ച വ്യക്തിയാണ് യഥാർത്ഥ അർത്ഥത്തിൽ മുത്തക്കി. ഏതെങ്കിലും ഒന്നോ രണ്ടോ ഗുണം ഓരോരുത്തരും ഉണ്ടെങ്കിൽ അവരെ മുത്തക്കി എന്ന് പറയുകയില്ല. മുത്തക്കിയിൽ എല്ലാ സൽസ്വഭാവങ്ങളും സമ്മേളിക്കുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ച് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനുശേഷം അവർക്ക് എന്താണ് വേണ്ടത്? അള്ളാഹു ഇക്കോട്ടരുടെ വലിയായി തീരുന്നു. അവൻ പറയുന്നു, വഹുവ യതവല്ല സ്വാലിഹീൻ, അവൻ സ്വാലിഹീങ്ങളുടെ കൂടെയായിരിക്കും, नेकों का साथ देता है, उनका मुतवल्ली हो जाता है। അവരുടെ സംരക്ഷകനായി മാറുന്നു. ഹദീസിൽ വന്നിട്ടുണ്ട്, शरीफ में आया है कि अल्लाह ताला അവർ जिसे वो पकड़ പിടിക്കുന്ന കൈയായി അള്ളാഹു മാറുന്നു, അവർ കാണുന്ന കണ്ണായി അള്ളാഹു മാറുന്നു, അവർ കേൾക്കുന്ന ചെവിയായി അവൻ മാറുന്നു, അവർ നടക്കുന്ന കാലായി അവൻ മാറുന്നു. മറ്റൊരു ഹദീസിൽ വന്നിരിക്കുന്നത്, എന്റെ വലിയോട് ശത്രുത വെക്കുന്നവനോട് എന്നോട് പോരാടാൻ തയ്യാറായിരിക്കാൻ ഞാൻ പറയുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹുവിന്റെ വലിയെ ആക്രമിക്കുന്നവർക്ക് നേരെ സിംഹത്തിന്റെ കുട്ടിയെ തട്ടിയെടുക്കുന്നവരുടെ മേൽ സിംഹം കോപത്തോടെ ചാടി വീഴുന്നത് പോലെ അള്ളാഹ് അവർ ചാടി വീഴുന്നതാണ്. बस क्या ही खुशकिस्मत हैं वो അതിനാൽ जिनका वली अल्लाह ताला हो जाता है, അള്ളാഹു അവരുടെ വലിയായിത്തീരുന്നുവോ खुदा ताला हो जाता है, അവർ സൗഭാഗ്യവാന്മാർ തന്നെ. ऐसे खत्म हो जाते हैं। അള്ളാഹു വലിയായിത്തീരുന്നവരുടെ ദുഃഖവും ഭയവും ഇല്ലാതായിത്തീരുന്നു. ഭാവിയിൽ നന്മ ചെയ്യുന്നതിലേക്ക് അവർക്ക് ശ്രദ്ധയുണ്ടാകുന്നു. बुरे अमल हैं, മുമ്പ് വല്ല അനിഷ്ടകരമായ പ്രവർത്തനവും വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാപ്പാക്കപ്പെടുന്നു. अपने मुस्तकबिल के बारे में खौफ रहता है। മനുഷ്യന് തന്റെ ഭാവിയെ ഓർത്താണ് ഭയമുണ്ടാവുക. ഇവിടെ ഉദാഹരണമായി അസൈലമിന് വേണ്ടി കൊടുത്തവർ ചിന്തിക്കുന്നത് क्या बनेगा। എന്തായിരിക്കും തീരുമാനം വരിക എന്നതാണ്. बाद मैंने देखे हैं इस खौफ की वजह ഈ ഭയം കാരണം से कई ചിലരുടെ ഭാരം വളരെ കുറഞ്ഞു പോയതായി ഞാൻ കാണുന്നു. मिलते हैं तो चेहरे पे हवाइयां उड़ रही होती हैं। അവരുടെ മുഖത്ത് നിന്ന് സന്തോഷം പമ്പ കടന്നതായി കാണാം. ചിലർ തങ്ങളുടെ ബിസിനസ് കാരണം അസ്വസ്ഥനാണ്. तलबा है अपने इम्तिहानों की എന്താകും എന്ന ഭയത്തിലാണ് അവർ. വിദ്യാർത്ഥികൾ തങ്ങളുടെ പരീക്ഷണ കാരണത്താൽ ടെൻഷനിലാണ്. इंसान को ചുരുക്കത്തിൽ ഭാവിയിൽ വരുന്ന കാര്യങ്ങളെ ഓർത്ത് के उनके नतीजे അതിന്റെ ഫലം അറിയുന്നതുവരെ മനുഷ്യൻ ഭയത്തിലായിരിക്കും. इसी तरह हुज़्न है या गम है। ഇതേപോലെ ദുഃഖം जितना बड़ा गम हो മനുഷ്യനെ തളർത്തുന്നു. तीन इंसान रहता है। बहुत दुनियादार ചില ഭൗതികരായവർ नुकसान
തങ്ങളുടെ വ്യാപാരത്തിന്റെ തകർച്ച കാരണം സ്ഥിരമായി രോഗിയായിത്തീരുന്നു. रोग लगा लेते हैं उसको, बाज दिमागी तवाज़ुन खो, ചിലരുടെ സമനില തെറ്റുന്നു. बाज पर दिल के ऐसे हमले होते हैं, ചിലർ बिस्तर पर लेट രോഗശയ്യയെ അവലംബിക്കുന്നു. दुनिया से रुखसत हो जाते हैं। ഇത് കാരണം അവർ നിത്യരോഗിയായിത്തീരുന്നു. ചിലർ ഈ ലോകം വെടിയുന്നു. अल्लाह ताला फरमाता है कि उनको ना ചുരുക്കത്തിൽ नाकाम, ഒരു മുത്തക്കിയായ ഈസാൻ ചെയ്യുന്ന വ്യക്തിയെ കുറിച്ച് അല്ലാഹു പറയുന്നത് അവർക്കൊരുവിധ ദുഃഖമോ ഭയമോ ഉണ്ടാവുകയില്ല എന്നാണ്. सिफात का सही ഒരു മതവിശ്വാസി അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ശരിക്കും അറിയുകയും അതനുസരിച്ച് സ്വജീവിതം നയിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ दुनिया के गमों को अपना ഭൗതിക ദുഃഖങ്ങൾ അവരെ ഈ രീതിയിൽ ഇത്ര വലിയ ആഘാതം ഏൽപ്പിക്കുകയില്ല. സജ്ജനങ്ങൾക്കും ഭയം ഉണ്ടാകുന്നതാണ്, ദുഃഖവും വരുന്നു. എന്നാൽ അവർക്ക് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദുഃഖമായിരിക്കില്ല. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുകയോ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭയമായിരിക്കും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കവിതയിൽ പറയുന്നു, അവർ രാപ്പകൽ ഇതേ ചിന്തയിൽ കഴിച്ചുകൂട്ടുന്നു. പ്രേമിയായ അള്ളാഹു എപ്പോഴായിരിക്കും തൃപ്തനാവുക? യഥാർത്ഥത്തിൽ പ്രേമിയുടെ തൃപ്തി എപ്പോൾ ലഭിക്കുമെന്ന ചിന്തയായിരിക്കും അവരുടേത്. दुआओं और जिक्र इलाही में ये खौफ जो है उनकी तवज्जो അവരുടെ ഈ ഭയം ദുആയിലേക്കും ദൈവസ്മരണയിലേക്കും അവരെ നയിക്കുന്നതാണ്. और अला बिज़िक्रिल्लाह तत्मइनुल क़ुलूब की അങ്ങനെ അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ശബ്ദം അവർക്ക് സ്വാതന്ത്ര്യമേകുന്നു. उनके लिए इत्मीनान के कल्ब का बायस बनता है, അള്ളാഹുവിന്റെ സ്മരണ അവർക്ക് മനഃശാന്തിക്ക് കാരണമായി തീരുന്നു. भी दूर कर देता है और മുൻ ദുഃഖങ്ങളെയും അത് ദൂരീകരിക്കുന്നതോടൊപ്പം ഭാവിയിലെ ഭയത്തെയും അത് ഇല്ലാതാക്കുന്നു എന്ന് ആശ്വാസം നൽകുന്നു. आइंदा खौफ प्यार और मोहब्बत തഖ്വയിൽ ചരിക്കുന്നവരുടെ ഭയം സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഭയമായിരിക്കും. ऐसी तड़प തഖ്വ എന്നതിന്റെ അർത്ഥം തന്നെ को हासिल करने के लिए അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് അസ്വസ്ഥമാക്കി നിർത്തുന്ന ഭയം എന്നതാണ്. को तकवीर देती है। അതുകൊണ്ട് ഈ അസ്വസ്ഥത ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. अल्लाह ताला की रजा को हासिल करने वाला बनाती है। അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതാക്കി മാറ്റുന്നു. इसके बरक्स എന്നാൽ ഭൗതികരുടെ അസ്വസ്ഥത वाली होती है। ഇതിന് വിരുദ്ധമായി അവരുടെ ഹൃദയത്തെ പ്രഹരമേൽപ്പിക്കുന്നതായിരിക്കും. ताला का तकवा इख्तियार करने वाला അള്ളാഹുവിന്റെ തഖ്വ സ്വീകരിക്കുന്നവരും हुकूकुल्लाह മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുന്നവരും तरफ तवज्जो रखता है, സൃഷ്ടാവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും പാലിക്കുന്നതിൽ ശ്രദ്ധിക്കും. തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുന്നവരായിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ഫളിന്റെ അവകാശികളായി മാറുന്നു. ഭൗതികരും മതവിശ്വാസികളും തമ്മിലുള്ള ദുഃഖത്തിന്റെ വ്യത്യാസം ഇതാണ്. जो उसे तकवा पर चलाने അതുകൊണ്ട് ഒരു അഹമ്മദിക്ക് തന്റെ അവസ്ഥയെ തഖ്വയിൽ ചരിക്കുന്നതാക്കി മാറ്റാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ മുഹ്സിനീങ്ങൾ ഉൾപ്പെടുന്നതാക്കി മാറ്റേണ്ടതാണ്. എന്നാൽ മാത്രമേ അള്ളാഹുവിന്റെ സാമീപ്യം ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത് ഇരുലോക ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നതാണ്. നമുക്ക് വല്ല ദുഃഖവും ഉണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുവിന്റെ സ്നേഹത്തെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നതിനായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ फिर से വീണ്ടും मजीद बढ़ेंगे। വർദ്ധിക്കുന്നതായിരിക്കും. अल्लाह ताला की मोहब्बत के मयार അള്ളാഹുവിന്റെ हम हासिल कर സ്നേഹം കരസ്ഥമാക്കുന്നവരായി നാം മാറിയാൽ अल्लाह ताला यकीनन हमारे साथ होगा। അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. जैसे कि मैंने कहा, അള്ളാഹുവിന്റെ സാമീപ്യം ഒന്നുകൂടി വർദ്ധിക്കുന്നതായിരിക്കും. देख रहा होगा कि मेरा बंदा എന്റെ ദാസൻ എന്നോട് ചോദിക്കുന്നു എന്ന് അള്ളാഹു കാണുമ്പോൾ मेरी सिफात എന്റെ പ്രീതിക്കായി ഈ ഗുണങ്ങൾ എന്റെ ദാസൻ സ്വായത്തമാക്കുന്നു എന്ന് കാണുമ്പോൾ അവനിൽ തന്റെ കാരുണ്യങ്ങൾ വർഷിക്കുന്നതിൽ നിന്നും ഞാൻ എന്തിനു വിട്ടുനിൽക്കണം എന്ന് അള്ളാഹു കരുതും. അള്ളാഹു പല മടങ്ങ് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹ വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ फिक्र ना ഈ ഭൗതിക ലോകത്തെ ദുഃഖങ്ങൾ അകറ്റപ്പെടും എന്നത് മാത്രമല്ല അവന്റെ അനുഗ്രഹങ്ങളെയും संभालना मुश्किल പാരിതോഷികങ്ങളെയും സുരുകൂട്ടം പ്രയാസമായി തീരുന്നതാണ്. ഒരു വിശ്വാസിയെ യഥാർത്ഥ തഖ്വയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥ തഖ്വയോടൊപ്പം
അജ്ഞത ഒരുമിച്ച് കൂടുകയില്ല. സ്വച്ഛമായ തഖ്വ തന്നോടൊപ്പം ഒരു പ്രകാശം ഉൾക്കൊള്ളുന്നു. ഇത് സംബന്ധമായി അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി. വിശ്വസിച്ചവരെ, നിങ്ങൾ മുത്തഖി ആയിത്തീർന്നതിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ, അള്ളാഹുവിനു വേണ്ടി തഖ്വ സ്വീകരിക്കുന്നതിൽ നിലനിൽക്കുകയാണെങ്കിൽ, നിങ്ങൾക്കും അന്യർക്കുമിടയിൽ അള്ളാഹു ഒരു വ്യതിരിക്തത വെക്കുന്നതാണ്. ആ വ്യത്യാസം എന്നത് അവൻ നിങ്ങൾക്ക് ഒരു പ്രകാശം നൽകുന്നതാണ്. ആ പ്രകാശം മുഖേന നിങ്ങൾ എല്ലാ മാർഗത്തിലൂടെയും സഞ്ചരിക്കുന്നതാണ്. ആ പ്രകാശം നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും വാക്കുകളിലും ശക്തിയിലും ആഗ്രഹങ്ങളിലും വ്യാപിച്ചിരിക്കും. നിങ്ങളുടെ ബുദ്ധിയിലും ആ പ്രകാശമുണ്ടാകും. നിങ്ങളുടെ ഊഹിച്ചുള്ള വാക്കുകളിലും ആ പ്രകാശമുണ്ടാകും. നിങ്ങളുടെ കണ്ണുകളിലും ആ പ്രകാശമുണ്ടാകും. നിങ്ങളുടെ ചെവിയിലും ആ പ്രകാശമുണ്ടാകും. നിങ്ങളുടെ നാവുകളിലും നിങ്ങളുടെ വിചാരങ്ങളിലും നിങ്ങളുടെ ഓരോ ചലനങ്ങളിലും നിശബ്ദതയിലും ആ പ്രകാശം പ്രസരിക്കുന്നതായിരിക്കും. നിങ്ങൾ സഞ്ചരിക്കുന്ന മാർഗം പ്രകാശമയമായി തീരുന്നതാണ്. ചുരുക്കത്തിൽ നിങ്ങളുടെ മാർഗങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കഴിവുകളുടെ മാർഗങ്ങളും നിങ്ങളുടെ വികാരങ്ങളുടെ മാർഗങ്ങളും സർവ്വതും പ്രകാശത്താൽ നിറക്കപ്പെടുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആപാദചൂടം പ്രകാശമയമായി തീരുന്നതാണ്. ചുരുക്കത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ ദാസം വരാൻ ശ്രമിക്കുമ്പോൾ അവരുടെ എതിരാളികൾ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ വരുന്നതാണ്. അള്ളാഹു നമ്മെ ഈ പദവി കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. അനുഗ്രഹം ലഭിക്കുന്നവരും അനുഗ്രഹം എത്തിക്കുന്നവരുമായി നാം മാറട്ടെ. എതിരാളികളുടെ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുമാറാകട്ടെ. ഈ അവസ്ഥ കൈവരിച്ചാൽ, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി നാം മാറിയാൽ, മനുഷ്യ സേവനത്തിനായി നിസ്വാർത്ഥമായി ഇറങ്ങിയാൽ, ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് എത്തിക്കുന്നവരായി തീർന്നാൽ, ഇൻഷാ അല്ലാഹു തആല അഹ്മദിയത്തിന്റെ എതിരാളികളെ പിടിക്കുന്നത് നാം കാണുന്നവരായി തീരുന്നതാണ്. ഈ സ്ഥാനം കരസ്ഥമാക്കാനും ഈ ദുആ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഒരു ജനാസ ഗായിബ് ഇന്ന് ഞാൻ നമസ്കരിക്കുന്നതാണ്. ഡോക്ടർ മുഹമ്മദ് ആമിർ സാഹിബ് ഡിസ്പെൻസറിൻ്റെതാണ്. ഡിസ്പെൻസറാണ് ഡോക്ടർ എന്നാണ് പറയപ്പെടാറുള്ളത്. ബലൂചിസ്ഥാൻ നിവാസിയാണ് അദ്ദേഹം. ഡിസംബർ 1, 2011 അദ്ദേഹത്തിന്റെ ക്ലിനിക്കിൽ ചിലർ വന്ന് ഫയറിംഗ് ചെയ്ത് ഷഹീദാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഷഹാദത്തിനെ കുറിച്ച് വൈകിയാണ് വിവരം ലഭിച്ചത്. അവിടെ ജമാഅത്തിലായിരുന്നു, അതുകൊണ്ട് വേഗം അറിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും അതേ ആശുപത്രിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. കായിദാബാദ് ജില്ല ഖുഷാബിൽ നിന്നാണ് ജമാഅത്തിൽ പ്രവേശിച്ചത്. തന്റെ കുടുംബത്തിലെ ഏക അഹമ്മദിയാണ് അദ്ദേഹം. പാകിസ്ഥാനിലെ ഒരു പ്രസിദ്ധമായ തീവ്രവാദ സംഘടനയുമായിട്ടായിരുന്നു ജമാഅത്തിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ബന്ധം. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിക്കുക എന്നത് ആ സംഘടനകൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹത്തിന്റെ ഷഹാദത്തിന് ഇതും ഒരു കാരണമായേക്കാം. മുസഫർഘട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. 1994 ബൈഅത്ത് ചെയ്തത്. 1998 വിവാഹം നടന്നു. ചെറിയ 2 കുട്ടികളുണ്ട്. വളരെ നല്ല മനുഷ്യനായിരുന്നു, മുഖ്ലിസായിരുന്നു. അള്ളാഹു പരേതന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, സ്വർഗത്തിൽ പദവി നൽകുമാറാകട്ടെ, തന്റെ പ്രീത മാർഗത്തിൽ ചരിപ്പിക്കട്ടെ, സംതപ്ത കുടുംബാംഗങ്ങൾക്ക് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ
من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر